ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചാരണത്തിന് ശേഷം വിധി എഴുതിയിരിക്കുകയാണ് ചേലക്കരയും വയനാടും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ചേലക്കരയിൽ 72.77% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് സമയം പൂർത്തിയായിട്ടും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത്. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. മെഷീൻ ഓഫാകുന്നു, വൈദ്യുതി ഇല്ലാതെ വെളിച്ചമില്ലാതെ വരുന്ന സാഹചര്യം, അതേപോലെ തന്നെ ബീപ്പ് ശബ്ദം കേൾക്കാൻ താമസമെടുത്തത്. ചില ഉദ്യോഗസ്ഥർ ചിലപ്പം അവർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പം ഈ മഷി ഇടുന്നതാണെങ്കിലും സ്ലിപ്പ് നോക്കുന്നതാണെങ്കിലും കാർഡ് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന താമസം ഉണ്ടായിരുന്നിട്ട് പോലും ഇവരെല്ലാം ഈ സമയത്ത് നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്കുള്ള പിന്തുണയായിട്ട് തന്നെ കാണുകയാണ്. 2016 കണ്ടേക്കാൾ കൂടുതലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അത് തന്നെയാണ് തുടക്കം മുതൽ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും അങ്ങനെ ടൈറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. നല്ല വിജയം ഉണ്ടാവും, അത് ഒരു സംശയമില്ല. ഇടതുപക്ഷത്ത് ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 3 മാസക്കാലം സംഘടന താഴെത്തട്ടിൽ നടത്തിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ വോട്ടർമാരെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 90% വോട്ടർമാരെ നമുക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തി പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ഇത്തവണ ചേലക്കരയിൽ BJP ആയിരിക്കും. സായികുമാർ ചേരുന്നു ചേലക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. സായികുമാർ, മികച്ച പോളിംഗ് തന്നെയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ചേലക്കരയിൽ രേഖപ്പെടുത്തിയത്. മുന്നണികളുടെ കണക്കുകൂട്ടൽ എങ്ങനെയാണ്? വിനീത, മികച്ച പോളിംഗ് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏകദേശം 4% ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ സംഭവിച്ചു, അത് ആർക്ക് നഷ്ടമുണ്ടാക്കും എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ മുന്നണികൾ എല്ലാവരും ഉള്ളത്. നമ്മൾ 3 സ്ഥാനാർത്ഥികളെയും ഈ വോട്ടെടുപ്പിന് ശേഷം കണ്ടിരുന്നു. 3 പേരും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അതായത് രമ്യ ഹരിദാസ് പറയുന്നത് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മുഴുവൻ വോട്ടുകളും പെട്ടിയിലാക്കാനായി. പിന്നീട് വിദേശത്തും മറ്റിടങ്ങളിലുമൊക്കെ ജോലിക്ക് പോയ അവർ തന്നെ വരില്ല എന്ന് പ്രതീക്ഷിച്ച ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാതിരുന്നത്. തങ്ങളുടെ പ്രവർത്തകർ അക്ഷീണം പ്രയത്നിച്ചിരുന്നു. അതിൻ്റെ ഫലമുണ്ടാകും, വിജയിക്കും എന്ന് തന്നെയാണ് ഉറച്ച പ്രതീക്ഷയോടുകൂടി UDF സ്ഥാനാർത്ഥി പറയുന്നത്. LDF സ്ഥാനാർത്ഥി രാവിലെ നമ്മൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്. അദ്ദേഹവും വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹവും പറയുന്നത് സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ഇവിടെ വലിയ മത്സരം ഉണ്ട് എന്നുള്ളത് UDFും മാധ്യമങ്ങളും ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് മാത്രമായിരുന്നു. ചേലക്കരയിൽ എങ്ങനെയാണോ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം, അത്രമാത്രം ഇത്തവണത്തെയും പോരാട്ടത്തിനുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിട്ടില്ല, മറ്റൊരു പോരാട്ട വീര്യവും UDF കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. BJPയും പറയുന്നത് എന്താണോ അവർ പ്ലാൻ ചെയ്ത തന്ത്രം അത് പൂർണ്ണമായി അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. അവർ പ്രതീക്ഷിച്ച 90% വോട്ടുകളും പെട്ടിയിലാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ 3 മുന്നണികൾക്കും അങ്കലാപ്പുണ്ടാക്കുന്നത് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവ് ആരെ ആയിരിക്കും തുണയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളൊക്കെ എടുത്ത് ആഴത്തിൽ അവർ പരിശോധന നടത്തുകയാണ്. അതിനുശേഷം അവരുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. എന്തായാലും സ്ത്രീ വോട്ടർമാരുടെ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. പുരുഷ വോട്ടർമാരെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് എത്തിയത്. നമുക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ ദൃശ്യമാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം പ്രായമായ ആളുകൾ അസുഖങ്ങളെ പോലും വകവയ്ക്കാതെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. മുന്നണികൾ നടത്തിയ ഈ പ്രചണ്ഡ പ്രചാരണം എന്തായാലും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും എന്നുള്ളതായിരുന്നു. അതുണ്ടായിട്ടില്ല. എന്തായാലും എന്താണ് ചേലക്കരയുടെ മനസ്സിൽ എന്നുള്ളത് കുറെ കൂടി ആഴത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും. വിനിത.